റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ലോക ആരോഗ്യ ദിനാണ്, ഏപ്രിൽ 7. ഈ ആരോഗ്യ ദിനത്തിന്റെ നമ്മുടെ സന്ദേശം ആരോഗ്യം നമ്മുടെ അവകാശമാണ്. ഹെൽത്ത് ഈസ് അവർ റൈറ്റ്. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യം. നമ്മളെ പുതിയ തലമുറ സൂര്യനെ കാണാണ്ടിയും ചന്ദ്രനെ കാണാണ്ടിയും ഒക്കെ എയർ കണ്ടീഷണർ റൂമുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം ഇതൊക്കെ ലഭ്യമാക്കുകയും നല്ല വ്യായാമത്തോടുകൂടി മാനസികാരോഗ്യത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നമുക്കുണ്ടാവും. അതിനു വേണ്ടിയിട്ട് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഈ പ്രകൃതിയോട് ഇണങ്ങി നല്ല ആരോഗ്യപൂർണമായ ജീവിതം ഉണ്ടാവാൻ നമ്മളെല്ലാവരും യത്നിക്കേണ്ടതാണ്. ആരോഗ്യം എന്നതുകൊണ്ട് തന്നെ നമ്മള് സുഖം എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നല്ലത്, ഘം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ഇന്ദ്രിയങ്ങൾക്ക് നന്നായിട്ടുള്ള കാര്യങ്ങളാണ് സുഖം. അതില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ദുഃഖം വരിക. ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ഇന്ദ്രിയങ്ങള്, വിഷമിക്കുന്ന ഇന്ദ്രിയങ്ങളാണെങ്കിലാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക. അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുക. അതിനാണ് നമ്മൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങള് കഴിക്കുക. അവനവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ളവർക്കും ആർക്കെങ്കിലും വഴി കൂടെ പോണവർക്കും ആർക്കെങ്കിലും കൊടുത്ത് തീർക്കുക. പായസമൊക്കെ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കരുത്. എല്ലാം ഷെയർ ചെയ്തിട്ട് കൊടുത്തിട്ട് വെക്കുക. ഫ്രിഡ്ജൊക്കെ ഒന്ന് കാലിയാക്കാം. ഫ്രിഡ്ജിൽ ഒരുപാട് ഭക്ഷണങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതില്ലാതിരിക്കാൻ. എനിക്കൊന്നും വീട്ടിൽ ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല. ബെഡ്ഷീറ്റ് അടക്കം ഞാനൊക്കെ അലക്കുകയാണ്, കൈകൊണ്ട് അലക്കുകയാണ്. കാരണം വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, വാങ്ങണില്ല എന്ന് തീരുമാനിച്ചിട്ട്. കാരണം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്യുകയാണെങ്കിൽ, ഒരു ഉള്ളി സംബന്ധി നമ്മള് അമ്മിയിൽ അരച്ചതിന്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ മിക്സിയിലില്ല. ഒരു നാളികേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ അമ്മിയിൽ അരയ്ക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അതൊക്കെ പിന്നെയും പോട്ടേന്ന് വെക്കാം. പഴകിയ ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതി, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യം രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ രക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കാം.